ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലെ വ്ളോഗ് വിത്ത് കാത്തു. അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയൊരു കിണ്ണം കച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് മിന്നുവിൻ്റെ വാക്സിനേഷൻ ഡേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വിഷു ആയാലും നമുക്ക് പോകാൻ പറ്റില്ല. സോ ഇന്നാണ് മിന്നുമോടെ വാക്സിനേഷൻ ഡേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ആക്കി വെച്ച് കുത്തിയൊക്കെ പരിശീലിപ്പിച്ച് ഗൈസ്. എല്ലാ തവണ പോകുമ്പോൾ അധികം ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഭയങ്കര അഗ്രസീവ് ആ ടൈം ദൈവമേ. സോ ഇനി അപ്പം നമ്മൾ നല്ലപോലെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി കഴിച്ച് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഫുഡ് കൊടുക്കാൻ പോവാം. സോ ഗൈസ് ഞാൻ താണ്ട ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. ഇപ്പം ഏകദേശം 9:45 ഞാൻ 9 മണിക്കാണ് എണീറ്റ്. ഏകദേശം 4 മണിക്ക് എണീറ്റിട്ട് ഇവിടെ എല്ലാം എത്തി നോക്കിയിട്ട് ഒന്നുകൂടെ കിടന്നങ്ങ് ഉറങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. നിങ്ങളിത് കാണുക, കുളിച്ചൊക്കെ കുട്ടപ്പിയാക്കിയിട്ട് അവളിവിടെ കിടന്ന് ദേഹത്തൊക്കെ അഴുക്കൊക്കെ തേച്ച് കുറുമ്പി അങ്ങ് കുറുമ്പി ആയിക്കൊണ്ടിരിക്കുക ഈയിടെയായിട്ട്. കുറുമ്പി നമുക്കിത് വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ പോകാം. അപ്പം നമുക്ക് കൊച്ചിന് ദേഷ്യമൊക്കെ നോക്കണം. അവിടെ സിസ്റ്റർ ഇങ്ങനെ സൂചി കൊണ്ടുവന്ന് ബാക്കിലോട്ട് ഒറ്റയൊരു കുത്ത. അത് പറഞ്ഞപ്പോൾ എൻ്റെ പേടിയാകുന്നു. അതിപ്പോൾ മിന്നുമോടെ ഫുഡ് തേച്ച് മിന്നുമോക്ക് ഇതാണ്ട് ഈ പെടിയിൽ എത്ര തിന്നാലും അങ്ങ് എന്തോ ലാർത്തി പോലെ പിന്നെ കഴിക്കണമെന്നുള്ള മനസ്സായോണ്ടായിരിക്കാം പെട്ടെന്ന് കഴിക്കും. സൗണ്ടൊക്കെ ഉണ്ടാക്കിയാണല്ലോ കഴിക്കുന്നത്. കുത്തി വെച്ച് പരിശീലിപ്പിക്കട്ടെ. അവിടെ തേച്ച് കൊണ്ടുവന്നതാ നിൻ്റെതാ ബാക്കി നോക്കി കുത്ത്. അപ്പം നീ എന്തോ ചെയ്യും? അനങ്ങാൻ നിൽക്കണം കേട്ടാ. അനങ്ങാൻ നിൽക്കുമോ നീ? അനങ്ങാൻ നിൽക്കുമോ വാവേ? നീ അനങ്ങാൻ നിൽക്കണേ, ഒന്നും ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ കണ്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് നമുക്ക് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് നമുക്ക് പോയി കുളിക്കണം, ഡ്രസ്സൊക്കെ ഇടണം, മിന്നിനെ കൊണ്ടുവരണം. നമുക്ക് മേലെ പോയി കുളിക്കാം. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിച്ചു. തല നിറച്ചോണ്ട് കോഴി വഴി കുളിച്ചതൊക്കെ ഉണ്ട് കുളത്തിലായി. ഓക്കെ കുഴപ്പമില്ല. അപ്പം മിനിമോളെ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ചീവി കൊടുക്കുകയാണ്. നമ്മൾ മിനിമോക്ക് എത്ര മരുന്ന് കഴിച്ചാലും അങ്ങ് രോമം നല്ലപോലെ കൊഴിയും. മെയിനായിട്ട് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്ന ടൈം ആകുമ്പോൾ നല്ലപോലെ കൊഴിയും ഗൈസ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സമ്മറിൻ്റെ ആയിരിക്കാം. ഇപ്പം നല്ലപോലെ മഴയാണ് പെയ്യുന്നത്. ഓട്ടമാമൻ എങ്ങനെയെങ്കിലും വരാതിരുന്നെങ്കിൽ. നിങ്ങൾ വന്നോ ഗൈസ്. എന്നെ ഇവിടെ കൊല്ലാൻ കൊണ്ടുപോകാ ഗൈസ്. എനിക്കൊരു താല്പര്യമില്ല പോണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ എനിക്ക് വയ്യ പോവാൻ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായല്ലേ പറ്റൂ. ഒക്കത്തൊക്കെ കയറി കള്ളിപ്പെണ്ണ്. കള്ളി ഞാനല്ലേ നീയാ. അപ്പം നമ്മുടെ മിനിമോടെ ഡോഗ് വാക്സിനേഷൻ്റെ ഹെൽത്ത് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് ബാഗിൽ സൂക്ഷിച്ചൊക്കെ. ഇതിനകത്താണ് മിനിമോടെ വാക്സിനും ഡീറ്റെയിൽസും ഒക്കെ. മിന്നു താണ്ട് വൈപ്പം ഏറിയെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛന് പോലും എന്നോട് സ്നേഹം ഇല്ലാതായി പോയല്ലോ. അതാ ഒരുത്തി ചേച്ചി എന്ന് പറഞ്ഞ ഒരു തീക്ക് തന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് എൻ്റെ ഒക്കെ തലയിലൊന്നും ആരും തടവണ്ട. അയ്യോ ഒട്ടേ കയറി. അമ്മ നമുക്ക് എന്തോത്തിനാ വെറുതെ വീട്ടിൽ പോവാ. അമ്മ വാ. അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഓട്ടേ കയറി. സംഭവം വാക്സിൻ എടുക്കാനാ പോകുന്നെങ്കിലും നല്ല കാറ്റുണ്ട് ഗൈസ്. നല്ല കാറ്റ്, വളരെ നല്ലൊരു ആംബിയൻസ്. പക്ഷെ എൻ്റെ അവസ്ഥയാ ഗൈസ് ദയനീയം. ഇവരൊക്കെ ചിരിച്ചോണ്ടിരിക്കുക. മൂർത്തി മാമ എന്നോട് എന്തെങ്കിലുമൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകണ്ടവാ, തിരിച്ചു പോവാ, ഇവരെന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. ഒരു സ്നേഹവും ഇല്ല ഇവർക്ക്. പറയുന്നത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല, പിണ്ണാക്കിന്. അയ്യോ എത്തി കൊലക്കേന്ദ്രം എത്തി. അല്ല കൊലക്കേന്ദ്രം അല്ല, ആശുപത്രി എത്തി. ഇതാരാ എന്നെ പോലെ വേറൊരുത്തൻ. അമ്മ വാ നമുക്ക് അങ്ങോട്ട് പോവാം. നീ കണ്ടിട്ട് പേടിയാന്ന്. പേടി കൊണ്ടൊന്നും അല്ല, ചുമ്മാ അവന് വെറുതെ എന്തത്തിനാ പേടിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ. കാണാനൊക്കെ ലുക്കൊക്കെ ഉണ്ട്. ബാബാ ചേച്ചി നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ എങ്ങോട്ടാ പോകണ്ടേ? അങ്ങോട്ടാണോ അല്ല ഇങ്ങോട്ട് പോയാലോ? അല്ലേ വേണ്ട അങ്ങോട്ട് പോവാം. അയ്യോ എങ്ങോട്ടെങ്കിലും പോവാ. വാ ഇങ്ങോട്ട്. നിങ്ങൾ ഒരിടത്ത് ഇങ്ങനെ നിൽക്കാ. വരൂ ഗൈസ്. ഇങ്ങോട്ട് പോവാം നമുക്ക്, അതാ നല്ലത്. ചേച്ചി ഇല്ല പട്ടി വാക്സിനേഷൻ എടുത്തിട്ട് പോയി. അപ്പം അടുത്ത ഞാനല്ലേ. എന്നെ പൊക്കിക്കോണ്ട് ഇപ്പം പോവും.
അമ്മ ഞാൻ നടന്നോളൂ, എന്നെ എന്തൊത്തിനാ ഈ പൊക്കിക്കൊണ്ട് പോകുന്ന? താഴെ ഇറക്കന്നെ. ആ ഞാൻ ഒറ്റയ്ക്കല്ല, താണ്ട് നിൽക്കുന്ന ഒരു പശുചേട്ടൻ. ഹായ് ചേട്ടാ. ചേട്ടന് എന്നെ പോലെ എടുക്കാൻ നിൽക്കുമായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്നെ കടിക്കല്ലേ, ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നയാ. എന്നൂടെ പേടിച്ചേ. മോള് തുറന്നു കൊടുക്കും. ഇത്ര നേരം ഓപ്പൺ ആയിട്ട് എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ കയറത്തില്ലേ കൂട്ടി? അമ്മ ഞാൻ കൂട്ടി കയറത്തില്ല, വേണ്ട. അയ്യേ കൊള്ളാത്ത കൂട്, എനിക്ക് ഞാൻ തലങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്ക് കൂട് വേണ്ട അമ്മ. അത് ഇഞ്ഞു പോരും മോളത് അടച്ചു. പേടിക്കണ്ട കേട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് പേടിക്കണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിനക്ക്. അയ്യോ മറ്റേ മരുന്നും എടുത്തോണ്ട് വരട്ടെ. ഇച്ചിരി താക്കമ്മ. സമാധാനത്തിൽ നിൽക്കട്ടെ. ഇങ്ങോട്ടങ്ങ് ആക്കാൻ അടുപ്പിക്കാം. മറ്റേ വാക്സിൻ കൂടെ കൊണ്ടുവരും. മിന്നു എന്നിട്ട് അസുഖത്തിന് ഇഞ്ചക്ഷൻ എടുക്കാനാ, പേടിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഞാനല്ലേ എടുക്കുന്നത്. അതിനിടക്കല്ലേ തമ്പി ഇങ്ങോട്ട് തന്നെ. ഇതെന്തോ കാണിക്കുന്നേ? എന്നെ ഇറുക്കുന്നേ? അമ്മച്ചി എന്തോ കാണിക്കുന്നേ? അയ്യോ ഞാനിപ്പോ ശ്വാസം മുട്ടിച്ചാവേ. അയ്യോ അയ്യോ എന്നെ ഇറക്കി കൊല്ലുന്നേ. നിങ്ങളില്ലാണ്ടോടെ എന്നെ കൊണ്ടുവന്ന. അയ്യോ എന്നെ ഇറക്കി കൊല്ലുന്നേ. അയ്യോ ഞാൻ ഡോക്ടർ തള്ളച്ചി പറയും ഇനി ഇരിക്കാൻ. ഞാൻ പുറത്തോട്ട് കടിച്ചിട്ട് നമ്മുടെ അസുഖമൊക്കെ മാറണ്ടായ നല്ല കുഞ്ഞായിട്ട്. ഞാനപ്പരേ പറഞ്ഞല്ലേ എനിക്ക് വാക്സിൻ വേണ്ടത്. അയ്യോ നിങ്ങൾക്ക് അറിഞ്ഞോളൂ എൻ്റെ വേദന. പുറത്തോട്ട് വരട്ടെ, എനിക്കൊരു ബിസ്ക്കറ്റ് പിണ്ണാക്കൊന്നും വേണ്ട. എനിക്ക് വേദന എടുക്കുന്നു. ഓ ഇഞ്ചക്ഷൻ മതി തള്ള, ഇനി അടുത്ത ദൂരത്തേക്ക് അവര്. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ എടുക്കാൻ. ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ എനിക്ക് ഇനി ഇഞ്ചക്ഷൻ വേണ്ടേ. അയ്യോ അമ്മ പോവാ. അയ്യോ അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടേ. അയ്യോ 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 കഴിഞ്ഞോ? എത്ര നേരമായി? കഴിഞ്ഞോ? അയ്യോ ഇതെന്ത് താഴെ കൂടെ നനവ്. ഈ പെടുത്തോ അസുഖം ഒന്നും മനസ്സില്ല. ഓക്കെ പേടിച്ചിട്ടാണ്. ഇല്ലേ ഡോക്ടറെ അടുത്ത് പറയാം. കൊണ്ട് വണ്ടി കയറ്റിട്ട് അങ്ങനെ നമ്മൾ വാക്സിൻ എടുത്തു. അവിടെ ഞെരുങ്ങിയപ്പോൾ ഞാൻ പേടിച്ച് കേസ്. പാവം നല്ലപോലെ വേദനയൊക്കെ സഹിച്ച്. കുഴപ്പമില്ലായിരുന്നു ഈ സ്ഥലത്തോളം നല്ലപോലെ ഒച്ചരി കേട്ടായിരുന്നു. ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയോ മെരുക്കി എടുത്തിട്ടുണ്ട്. വേദന ഉണ്ടായി, നല്ല വേദന ഉണ്ടായി. അപ്പൊ ഫ്രണ്ട്സ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി വേദനയായിരുന്നു കേസ്. എന്നെ ഇറുക്കി കൊന്നില്ലെന്നേ ഉള്ളൂ. ഡോക്ടറിനെ ഞാൻ ഇനി കാണട്ടെ. പിന്നെ കേസ് ഞാൻ കുറച്ചു നേരം വിചാരിച്ച് ഓട്ടോയിൽ ഇച്ചിരി നേരം നിൽക്കാന്ന്. നല്ല രസമുണ്ട് കേസ്, കാറ്റൊക്കെ കൊള്ളാൻ. നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവേ. അങ്ങനെ നമ്മൾ വാക്സിനൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മൾ നേരെ കൂട്ടിലോട്ട് കയറ്റാൻ പോകണം. നമ്മൾ റാബീസിൻ്റെ ഇഞ്ചക്ഷനും അല്ലാതെ നമ്മൾ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞ വെയിൽ കൊള്ളിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വിരയുടെ മരുന്നൊക്കെ തന്നു. ഇനി നമ്മൾ നേരെ കൂട്ടിലോട്ട് കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയാണോ? വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.